പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എ ലൈൻ പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയലിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈനും പിന്നെ സ്കാലപ്പ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താഴെ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ അനുസരിച്ച് ഞാൻ ഇതുപോലെയാണ് മടക്കിയിട്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം. പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കിയിടുന്നുണ്ട്. അങ്ങനെ തുണി ഞാൻ 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സൈഡാണ് മടക്കുവശം വരുന്നത്. അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇവിടെ ഇതുപോലെ കണ്ടില്ലേ, 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ മടക്ക് വശത്തു നിന്ന് വലതുവശത്തേക്ക് നമുക്കൊരു 3 ഇഞ്ചിൽ ഇതുപോലെ താഴെ വരെ മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ആ കൊടുത്തിരിക്കുന്ന മാർക്കിംഗ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു ലൈനൊന്ന് വരച്ചെടുക്കാം. ഈ ലൈനിൻ്റെ വലതുവശത്താണ് ഇനി നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ താഴെ ഡിസൈൻ വരുന്നതുകൊണ്ട് ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് പലാസോ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 35 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ 34 ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും കൂടി വരും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 35 ഇഞ്ച് വരിക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ എലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം മടക്കി അടിക്കാനും താഴെ ജോയിൻ ചെയ്യാനെല്ലാം കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 36 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 36 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എലാസ്റ്റിക്കൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് 35 ഇഞ്ച് തന്നെ ലെങ്ത്ത് ഉണ്ടാവും. നിങ്ങളുടേത് പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസും കൂടി കൊടുക്കണേ. ഈ പലാസോൻ്റെ ഹിപ്പ് റൗണ്ട് 34 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം നമുക്കിവിടെ മാർക്ക് ചെയ്യണം. അപ്പം 34ൻ്റെ 4/1 ഭാഗം 8.5 വരിക. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത്ത് കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 + 3 ആണ്. അപ്പോൾ ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 8.5 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് 11.5 കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ട് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഞാനൊരു 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നല്ല വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്കും അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്കും ആ ഒരു എ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. ആ ഒരു മാക്സിമം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കണം. ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നതുകൊണ്ടാണ് നമ്മളിതിന് എ ലൈൻ പലാസോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ മാക്സിമം താഴെ വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുക്കണം. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്കും വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 4 പീസ് ഉണ്ടാവും. 2 എണ്ണം ഫ്രണ്ട് പീസും അതുപോലെ 2 എണ്ണം ബാക്ക് പീസും. അപ്പോൾ നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് 2 പീസ് ഇവിടെയും അതുപോലെ 2 പീസ് ബാക്ക് സൈഡിലേക്ക് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്രോച്ച് ഏരിയ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ മറ്റേ പീസിനും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു കർവ് ഷേപ്പ് വരുന്നില്ലേ അവിടം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പീസിൽ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ 2 സ്റ്റിച്ച് കൊടുക്കണം, എന്നാലേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തുന്നൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ദാ രണ്ടിൻ്റെ ആ ക്രോച്ചിൻ്റെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കാം. തുറന്ന് വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല വശമാണ്. അതിൻ്റെ മേലേക്ക് രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കുക. ചേർത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ തുന്നൊക്കെ വിട്ടുപോകും. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക 2 സൈഡിലും. അപ്പോൾ അതാ ഞാനത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ സൈഡ് ഇതുപോലെ നേരെയാക്കി വെച്ചിട്ട് ആ 2 ഭാഗം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കുക. അവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എലാസ്റ്റിക് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എലാസ്റ്റിക് കേസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം ഇതുപോലെ ചെറുതായി ഒന്ന് മടക്കി ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ചുറ്റും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ മടക്കി ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റും. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് കേസ് ഉണ്ടാക്കണം. അപ്പോൾ എലാസ്റ്റിക് എത്രയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. 34 ഇഞ്ചാണ് ഹിപ്പ് സൈസ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 31 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് അതുപോലെ ഞാൻ 31 ഇഞ്ചിൽ അളവെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മടക്കി നോക്കുക. എന്നിട്ട് എത്രയാണ് ആ എലാസ്റ്റിക് കേസിന് വിഡ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റും ആ മാർക്ക് ചെയ്ത അതേ അളവിൽ ചുറ്റും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എലാസ്റ്റിക് കേസിന് വേണ്ടി. അപ്പോൾ ഇതുപോലെ വെച്ച് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. അവിടെ നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പാണ്. അത് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെയ്യണം. എന്നിട്ട് അതിലേക്കൂടി എലാസ്റ്റിക് ഈ ഒരു ഗ്യാപ്പിലേക്കൂടി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് അകത്തോട്ടേക്ക് ഇടാം. എന്നിട്ട് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ക്ലോസ് ചെയ്താൽ മതി. ലാസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. ഒരു പിന്ന് കുത്തിയിട്ട് നമുക്കിതുപോലെ സുഖമായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് 2 എലാസ്റ്റിക്കും കൂടി ഇതുപോലെ 2 സൈഡും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി നമുക്കൊരു 5-6 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക് ഇതുപോലെ വലിച്ച് ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു ചുരുക്കമൊക്കെ കറക്റ്റാക്കി കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നമ്മൾ കൊടുത്ത ആ ഒരു ചെറിയ ഗ്യാപ്പില്ലേ, ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് 2 സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കില്ല. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എ ലൈൻ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്.